കേബിൾ ടിവി മേഖലയെ തകർക്കാനുള്ള കെഎസ്ഇബി നീക്കത്തിനെതിരെ ട്രേഡ് യൂണിയനുകൾ ഒന്നിച്ചു പോരാടുമെന്ന് സിഐടിയു നേതാവ് സോമസുന്ദരൻ. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ചെറുകിട സംരംഭകരെ ഇല്ലാതാക്കാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വെന്നിയൂർ കെഎസ്ഇബി ഡിവിഷൻ ഓഫീസിലേക്ക് സിഒഎ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വൻകിട കുത്തക കമ്പനികളെ വളർത്താൻ പ്രാദേശിക ചെറുകിട കേബിൾ ടിവി ഓപ്പറേറ്റർമാരെ തകർക്കാനുള്ള വൈദ്യുതി വകുപ്പിന്റെ നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രതിഷേധ ധർണ നടത്തിയത്. സിഒഎ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കെഎസ്ഇബിയുടെ വെന്നിയൂരിലുള്ള തിരൂരങ്ങാടി ഡിവിഷൻ ഓഫീസിലേക്കാണ് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത്. വെന്നിയൂർ ടൗണിൽ നിന്ന് പ്രകടനമായാണ് കേബിൾ ഓപ്പറേറ്റർമാർ കെഎസ്ഇബി ഡിവിഷണൽ ഓഫീസിന് മുന്നിലേക്ക് എത്തിയത്. തുടർന്ന് ഡിവിഷൻ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ സിഐടിയു സംസ്ഥാന സെക്രട്ടറി സോമസുന്ദരൻ ഉദ്ഘാടനം ചെയ്തു. വൻകിട കമ്പനികൾക്ക് വേണ്ടി ചെറുകിട സംരംഭകരായ കേബിൾ ടിവി മേഖലയെ തകർക്കാനുള്ള കെഎസ്ഇബി നിലപാടിനെ ട്രേഡ് യൂണിയനുകൾ ഒരുമിച്ച് നിന്ന് നേരിടുമെന്ന് സോമസുന്ദരൻ പറഞ്ഞു. ഇതുപോലുള്ള സംവിധാനം വന്നതുകൊണ്ട് നാട്ടിൽ നടക്കുന്ന ദുരിതപരമായ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യം പ്രേക്ഷകരിലെത്തിക്കാൻ ഇവർക്ക് കഴിയുന്നുണ്ട്. അത് വൻകിട ഉടമകൾ കഴിയുന്നുണ്ടോ? ഇതിപ്പോ ഒരുപാട് സംവിധാനങ്ങളുണ്ടല്ലോ, ദൃശ്യമാധ്യമങ്ങളിൽ. അതൊക്കെ ഏതാണ്ട് വലിയ വലിയ കുത്തകളുടെ കോർപ്പറേറ്റുകളുടെ കൈകളാണ്. അതേസമയം അല്ലല്ലോ ഇവർക്കുള്ളത്. അതൊക്കെ സംരക്ഷണം ചെയ്ത് പോകുന്നുണ്ടെന്ന് ചോദിച്ചാൽ പ്രാദേശികമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ നാട്ടിലെ വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കാൻ, വസ്തുക്കൾ ജനങ്ങളിൽ എത്തിക്കാൻ ഒരു പത്രപ്രവർത്തനേക്കാൾ മികച്ച രീതിയിലുള്ള ഇടപെടലാണ് ഈ കേബിൾ ടിവി ഓപ്പറേറ്റർമാർ വീടുകൾ എത്തിച്ചു കൊടുക്കുന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഭാഗമായി വാർത്താവിനിമയ രംഗത്ത് വന്നുള്ള വലിയ നേട്ടമുണ്ട്. അതൊക്കെ ഈ രാജ്യത്തെ മനുഷ്യന്റെ വളർച്ചയ്ക്ക് നല്ലപോലെ സഹായമായിട്ട് അതുപോലുള്ള സംവിധാനത്തിൽ തകർക്കുക എന്ന രീതിയിലേക്കാണ് നിങ്ങൾ പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി പോകും. ഇപ്പോ നമ്മുടെ രാജ്യത്ത് പലതും കുറ്റവൽക്കരിക്കുന്നുണ്ട്. ഇതൊക്കെ കുറ്റവൽക്കരിച്ച് പോവുക. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ സാധാരണക്കാരനൊന്നും വേണ്ട എന്ന രീതിയിലേക്ക് നമുക്ക് മാറുന്നു കഴിയും. അതുകൊണ്ട് എന്ത് തീരുമാനങ്ങൾ വന്നാലും ഈ പാവപ്പെട്ടവരെ ഒപ്പം നിന്നുകൊണ്ട് അവരെ സഹായിക്കാൻ നമുക്ക് കഴിയണം. അതാണ് നമ്മൾ കാണിക്കേണ്ടുന്ന ഒരു മര്യാദ അല്ലെങ്കിൽ ഒരു മനുഷ്യത്വപരമായ സമീപനം. അത് പണിയെടുക്കുന്നവരെ മാന്യമായി കാണാനും അവനെ ബഹുമാനിക്കാനും നമുക്ക് കഴിഞ്ഞാലും കഴിയുള്ളൂ. അത് എന്റെ ജോലി വലുതാണ്, അവന്റെ ജോലി മോശമാണ് എന്ന രീതിക്ക് പോയാൽ ഈ കാര്യങ്ങൾ നടക്കില്ല. ചെറുകിട സംരംഭങ്ങളെ തകർക്കുകയും വൻകിട കമ്പനികളെ സഹായിക്കുകയും ചെയ്യുന്ന നിലപാട് കെഎസ്ഇബിക്ക് പണ്ട് മുതൽ ഉള്ളതാണെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ സിഒഎ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ വിജയകൃഷ്ണൻ ചൂണ്ടിക്കാട്ടി. ഗവൺമെന്റിന് തീരുമാനം വരുന്നവരെ കാത്തു നിൽക്കാൻ തയ്യാറാവാതെ ഈ കേബിളുകൾ വെട്ടിമാറ്റാനാണ് ശ്രമമെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഈ പാവപ്പെട്ട അതിഥി തൊഴിലാളികളെ കൊണ്ടുവന്ന് അവർക്ക് കൊണ്ടുവന്ന് ചെയ്യാനാണെങ്കിൽ തീർച്ചയായിട്ടും തടയുക മാത്രമല്ല ആ തടയും അതിന് പോലീസ് കേസല്ല എന്ത് തന്നെ നിങ്ങൾ ചെയ്താലും ശരി ഞങ്ങൾ തടയുന്ന കാര്യം ഉറപ്പാണ്. അതിന്റെ ഭാഗമായിട്ട് എന്ത് സഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഒറ്റ കാര്യങ്ങൾ പറയേണ്ടതാണ്. കേരളം എന്ന് പറയുന്നത് സ്റ്റാർട്ടപ്പുകൾക്ക് ഏറ്റവും അനുകൂലമായ സൗകര്യം, ചെറുകിട സംരംഭകർക്ക് ഏറ്റവും അനുയോജ്യമായ സൗകര്യം പലപ്പോഴും അത് വന്നുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള നാട്ടിൽ, അങ്ങനെയുള്ള ഒരു ഗവൺമെന്റ് ഭരിക്കുന്ന നാട്ടിൽ കേരളത്തിലെ സ്വയം തൊഴിൽ സംരംഭകരായ ചെറുകിട കേബിൾ ഓപ്പറേറ്റർമാരെ ഈ രീതിയിലേക്ക് തെരുവിലിറക്കി സമരം ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വിലപ്പെട്ട സമയം, അത് 2 കണക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടി, 2 കംപ്ലൈന്റ് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ട ഞങ്ങളുടെ വിലപ്പെട്ട സമയം ഈ രീതിയിൽ ഞങ്ങളെ കൊണ്ട് തെരുവിലിറക്കിയിട്ട ഈ ഉദ്യോഗസ്ഥന്മാർ അവരുടെ നിലപാട് മാറ്റണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് സിഒഎ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പി രഘുനാഥൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി സാജിദ്, എസ്ടിയു തിരൂരങ്ങാടി മണ്ഡലം ജോയിന്റ് സെക്രട്ടറി ജിത്തു, കോൺഗ്രസ് തിരൂരങ്ങാടി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് മോഹനൻ വെന്നിയൂര്, സിഒഎ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഗിരീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് NCV. 1000 വിവാഹങ്ങൾക്ക് ഒരേ ഒരു ബ്യൂട്ടി.
സിൽക്സ്, എടപ്പാൾ, ചാവക്കാട്, തൃപ്രയാർ, പുത്തനത്താണി, പെരിന്തൽമണ്ണ.